നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേട്ടാ, ഞങ്ങള് ഇവിടെ ആദ്യമായിട്ട് വന്നതാ. ഇവിടത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ക്യൂ നിൽക്കുന്നേ? ഞങ്ങളുടെ വീടും പറമ്പും കടം കയറി ജപ്തിയായി. ഓ, തെരുവിൽ ഇറങ്ങേണ്ട ഗതി വന്നപ്പോഴാ ഞങ്ങളുടെ മുമ്പില് ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടത്. വിക്രം സാറ്. സ്വന്തം പണം മുടക്കി അദ്ദേഹം ജപ്തിന്ന് ഒഴിവാക്കി തന്നു. ഓഹോ. കടം വീട്ടിയ വകയിൽ ഒരു ചില്ലി പൈസ പോലും തിരിച്ചു കൊടുക്കണ്ട. ഈ വന്ന കാലത്ത് ആരാ ഇങ്ങനെ ഒരു സഹായം ചെയ്യുക? ദൈവവാ, ഞങ്ങളുടെ കാണപ്പെട്ട ദൈവവാ സാറേ വിക്രം സാറ്. അദ്ദേഹത്തിന് ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എന്നാ ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കു സാറേ, നല്ലതേ വരൂ. മാഡം, യെസ്, ഇത് എന്തിനുള്ള കൗണ്ടറാ? കമ്പനിയുടെ ചാരിറ്റി വിഭാഗം കൗണ്ടറാ. ലാഭം പ്രതീക്ഷിക്കാത്ത ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന സെക്ഷനായത്. ഈ വിഭാഗത്തിൽ കോടിക്കണക്കിന് രൂപയാ വർഷം തോറും ചെലവഴിക്കുന്നത്. ന്യായമായ ഏത് സഹായത്തിനും ആർക്കും എപ്പോ വേണമെങ്കിലും വിക്രം സാറിനെ സമീപിക്കാം. ഹലോ ഹലോ ചന്ദ്രു, നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല ഈ വിക്രം. വലിയ മനസ്സുള്ള ആളാ. ആ ആളാ ഇത്തിരി പോന്ന നമ്മുടെ മൂക്ക് കല്യാണം ആലോചിക്കുന്നത്. എന്നിട്ടും നമ്മളിപ്പോഴും ഉൾക്കൊള്ളണോ വേണ്ടയോ എന്നറിയാത്ത അവസ്ഥയിലാണല്ലോ. ശരി സർ, വരൂ, മുകളിലേക്ക് പോകാം. വാ. വരൂ സർ. വരൂ, ഇരിക്കണം സർ. സർ, ഞാനിപ്പോ വരാം. ഒരു മിനിറ്റ് മാഡം, ഞങ്ങളെ മാത്രം എന്തിനാ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്? മാഡം, ഇത് VVIP ഗസ്റ്റുകൾക്കുള്ള റൂമാ. MDക്ക് അത്ര വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ ഇവിടെ ഇരുത്താറുള്ളൂ. കുടിക്കാൻ എന്താണ് സർ വേണ്ടത്? പൈനാപ്പിൾ ജ്യൂസോ അതോ ഗ്രേപ്സോ? അയ്യോ, ഒന്നും വേണ്ട, താങ്ക്സ്. അത് പറ്റില്ല. ചായ എടുക്കട്ടെ? ഷുഗർ ഇടാവോ? ആവാം. സ്നേഹ, വരൂ, 2 ചായ എടുക്കൂ. ശരി മാഡം. മാഡം, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഓക്കെ? ആ ഫിനാൻസ് കമ്പനിക്കാരനാ. എടുക്ക. ഹലോ. ഹലോ, മാധവന്നാരെ, അദ്ദേഹത്തെ കണ്ടായിരുന്നോ? ആരെ? നിങ്ങളുടെ സുഹൃത്തായ ആ വലിയ മനുഷ്യനെ. അതിന് എനിക്ക് ആളെ അറിയില്ലല്ലോ. നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ആ പേരൊന്ന് പറയേ. എന്നെ സഹായിച്ച വലിയ മനുഷ്യനോട് ഒരു നന്ദി വാക്കെങ്കിലും എനിക്ക് പറയാലോ. അതാണ് പ്രശ്നം. ആരാണെന്നോ എന്താണെന്നോ പറയരുതെന്ന് കർശന നിർദ്ദേശം തന്നിരിക്കുക എന്നോട്. ഒരു കാര്യം ചെയ്യും, മാധവൻ നായർക്ക് പരിചയമുള്ള മനുഷ്യരെയൊക്കെ ഒന്ന് ഓർത്തു നോക്കി. ഞാൻ ഇപ്പൊ ഇത്തിരി തിരക്കില്ല. വി ഇന്റർനാഷണലിന്റെ ഓഫീസിലാ. അല്ല, അതിന്റെ MD ഒന്ന് കാണാനായിട്ടാ. ആരെ? വി ഇന്റർനാഷണലിന്റെ ഉടമ വിക്രം സാറിനെ കാണാനോ? അതെ. അല്ല, അദ്ദേഹത്തെ നിങ്ങളറിയോ? അറിയുമെന്നോ? വിക്രം സാറിനെ ആർക്കറിയാത്തത്? എടോ മാധവൻ നായരെ, ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല. ആ വിക്രം സാറ് തന്നെയാ നിങ്ങളെ രക്ഷിച്ച ആ വലിയ മനുഷ്യൻ. എന്താ ഇവനറിയില്ലേ? ആരെ? പേര് പറ. പേര് ഊരും അറിയാത്ത ഏതോ ഒരു പെൺകുട്ടിയെ. എടാ, ഇന്നിപ്പോ അവളുടെ പേര് ഊരോന്ന് എനിക്കറിയില്ലായിരിക്കാം. പക്ഷേ നാളെ അവൾ എന്റെ പെണ്ണാ. ശിവന് പാർവതി പോലെ എന്റെ പാതിയായി തീരും അവള്.
പാതിയല്ല, ഇവിടെ നിന്ന് പാതിരാത്രി വരെയാവും. അവള് വരാനൊന്നും പോകുന്നില്ല. നീ വട. നിക്ക്. ദാ, നിന്നോടല്ലാതെ പറഞ്ഞത് അവളെ ഇവിടെ നിന്ന് വിളിക്കരുതെന്ന്. അയ്യോ എടാ ജഗ, കൈവിട്, നോന്നു. പേരില്ലാത്ത പെണ്ണിന് അവളെ നല്ല പിന്നെ എന്ത് വിളിക്കും? ശരി, കൈവിട്. ആ കുട്ടി അതുപോലെ. ആ. ഇന്ന് ആ കുട്ടി വരാനൊന്നും പോണില്ല. ഇനി അവള് വരില്ല. ബസ് എത്താറായി. അവള് വന്നില്ലെങ്കിലേ രണ്ടെണ്ണത്തിന്റെ കഥ ഞാൻ കഴിക്കും. അയ്യോ വിട്. നിന്റെ ഇഷ്ടം അവളോട് പറ. ചെല്ല്. എടാ ചെല്ലി. പോയി കിട്ടിയ അവസരമല്ലേ. പോയി പറ. ചെല്ലടാ. ചെല്ലി. പറയടാ, പറ, സംസാരിക്ക്. ബസ്സൊന്നും ഇരിക്കും. ആ. ഹലോ, വിക്രം ഹിയർ. ഓ സോറി, ദുബായിലേക്കുള്ള വീഡിയോ കോൺഫറൻസ് ഒരു 1 hour കഴിഞ്ഞിട്ടാവും. എനിക്കൊരു ഇമ്പോർട്ടന്റ് ഗസ്റ്റ് ഉണ്ട്. ഓക്കെ. അല്ല, അത്യാവശ്യമാണെങ്കിൽ ഞങ്ങൾ പുറത്തിരിക്കാം സാർ. ഏയ്, നിങ്ങൾ കഴിഞ്ഞോളൂ. എനിക്ക് എന്താവശ്യവും. കുടിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.